എല്ലാവർക്കും NVDCPയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ പോവുകയുണ്ടായി. സത്യത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ക്യാമറയൊന്നും കയറ്റില്ല എന്ന്. അപ്പോൾ വീഡിയോ എടുക്കൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവിടെ വരെ പോയതല്ലേ, അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടതെന്ന് ഓർത്തപ്പോഴാണ് അവിടെ ആദ്യമായി പോകുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഓർത്തത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ ട്രെയിനിലാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. തൃപ്പൂണിത്തുറയിൽ വെളുപ്പിന് 4:10 സ്റ്റോപ്പുള്ള പൂനെ ചെന്നൈ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലോട്ട് പോയത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തിലായി ശ്രീ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ തേങ്ങ ഉടച്ചിട്ടാണ് ഞങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോയത്. തേങ്ങ അകത്തും അല്ലെങ്കിൽ പുറത്തും മേടിക്കാൻ കിട്ടുന്നതാണ്. 30 രൂപയാണ് ഒരു തേങ്ങയ്ക്ക് ആയത്. പഴവങ്ങാടി ക്ഷേത്രത്തിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടുള്ളത്. അങ്ങനെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൽ അതറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പെട്ടുപോകുന്നതാണ്. അതായത് അവിടെ ആണുങ്ങൾക്ക് പാൻറ്റോ ബർമയുടെയോ ഇട്ട് കയറാൻ സാധിക്കില്ല, മുണ്ട് മാത്രം എടുത്താണ് കയറാൻ സാധിക്കുള്ളൂ. അതുപോലെ ലേഡീസിന് പാൻറ് ഇട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന് മേളിൽ കൂടി വെള്ളം മുണ്ട് ധരിക്കേണ്ടതാണ്. സാരി എടുത്ത് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ മൊബൈൽ, സ്മാർട്ട് വാച്ച് പോലുള്ള ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും അകത്തോട്ട് കയറ്റില്ല. ഇതെല്ലാം ക്ലോക്ക് റൂമിൽ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. നമ്മൾ അഴിച്ചു വയ്ക്കുന്ന പാൻറ്റും ഷർട്ട് പോലും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, തോളത്തിട്ട് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ അഴിച്ചു വയ്ക്കുന്ന പാൻറ്റ് ഷർട്ടും അടക്കം ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കേണ്ടി വരും. ആണുങ്ങൾക്ക് വെള്ളമുണ്ട് മാത്രം എടുത്താണ് അകത്തോട്ട് കയറാൻ സാധിക്കുള്ളൂ. ഡ്രസ്സ് മാറുന്നുള്ള സൗകര്യങ്ങൾക്ക് അമ്പലത്തിന് ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അതുപോലെ മുണ്ട് ഇഷ്ടം പോലെ അവിടെ മേടിക്കാൻ കിട്ടും. പിന്നെ അവധി ദിവസങ്ങളിൽ പോകുമ്പോൾ നല്ല ക്യൂ ഉണ്ടാവും. ഞങ്ങൾ ഏകദേശം 10:30 അകത്തോട്ട് കയറിയിട്ട് ഏകദേശം 1:30ക്കാണ് ദർശനം കിട്ടിയത്. ഞങ്ങളൊരു ശനിയാഴ്ച ദിവസമായിരുന്നു പോയത്. അതുകൊണ്ട് അവധി ദിവസം കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ചെറിയ കുട്ടികളുമായിട്ട് പോകുന്നവരൊക്കെ അതിൻ്റേതായ മുൻകരുതലുകൾ എടുക്കുക. ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടാതെ കുട, ബാഗ് ഇവയൊന്നും തന്നെ അകത്തോട്ട് കയറ്റില്ല. ഇതെല്ലാം ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കേണ്ടി വരും. ക്ലോക്ക് റൂമിൽ സാധനങ്ങൾ ഏൽപ്പിക്കാനും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടാവും. നമ്മൾ വെയിലത്ത് നിൽക്കേണ്ടി വരും. അമ്പലത്തിൻ്റെ അകത്ത് കുടിവെള്ളമൊക്കെ ലഭ്യമാണ്. നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പുരുഷന്മാരെ മുണ്ടെടുത്ത് മാത്രമാണ് അകത്തോട്ട് പ്രവേശിപ്പിക്കുള്ളൂ. അതുപോലെ ലേഡീസിനെ സാരിയിലും അഥവാ പാൻറ്റിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പാൻറ്റിന് മുകളിലൂടെ വെള്ളമുണ്ടും കൊടുത്താണ് അകത്തോട്ട് പ്രവേശിപ്പിക്കുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.